പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രാഹുൽ ഗാന്ധി. രാജ്യത്തെ യുവാക്കൾ ജോലി ചോദിക്കുമ്പോൾ ഗ്യാസ് എടുത്ത് പക്കവട ഉണ്ടാക്കാനാണ് പ്രധാനമന്ത്രി പറയുന്നതെന്ന് രാഹുൽ പറഞ്ഞു. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ മാത്രമേ കാണൂ. ദില്ലിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് BJPക്കെതിരെ രാഹുലിന്റെ വിമർശനം. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. സംവരണ വിഷയത്തിൽ രാജ്യത്തെ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം നൽകാനാണ് മോദി ശ്രമിക്കുന്നതെന്നും BJP ഇന്ത്യൻ ഭരണഘടനയോ ദേശീയ പതാകയോ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ജൂൺ 4-ന് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ അഗ്നിപത് പദ്ധതി നിർത്തലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മതവും വിശ്വാസവും വലിച്ചഴിക്കരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയോടക്കം ആവശ്യപ്പെടുന്നതിനിടെ തന്നെ ദൈവമാണ് അയച്ചതെന്ന പ്രസ്താവനയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആറാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേക ചുമതലകൾ നിർവഹിക്കാൻ ദൈവം തന്നെ ശക്തിപ്പെടുത്തിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പൂർത്തീകരിക്കാനും ദൈവം കരുത്ത് നൽകുന്നു എന്നെല്ലാം ടൈംസ് ഗ്രൂപ്പ് പത്രങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞു. ഞാൻ ജീവശാസ്ത്രപരമായി ജനിച്ച ആളാണെന്നാണ് കരുതിയിരുന്നത്. അമ്മയുടെ മരണശേഷം എന്റെ അനുഭവങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ദൈവമാണ് എന്നെ അയച്ചതെന്ന് ബോധ്യപ്പെട്ടു എന്നും മോദി പറഞ്ഞു. എന്നാൽ മോദി തരംഗം ഇതോടെ അവസാനിക്കുമെന്നും അധികം വൈകാതെ തന്നെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാമെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. ദൈവം ഇത്രയും ക്രൂരനാണോ എന്നും അദ്ദേഹം ചോദിച്ചു. ജനങ്ങളെ പറ്റിക്കുകയും മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കുകയും മുസ്ലിം വിദ്വേഷ പ്രസംഗങ്ങൾ ഉന്നയിക്കുകയും കള്ളവോട്ടിന് പ്രേരിപ്പിക്കുകയും കർഷകരുടെ അന്നത്തിൽ കൈയിട്ട് വാരുകയും ചെയ്യുന്ന ഒരാളെ ജനങ്ങൾക്ക് ആവശ്യമില്ല. അവർക്ക് ഞങ്ങളുണ്ട്, ഇന്ത്യ മുന്നണിയുണ്ട്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ മാത്രമേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു.